പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ പരദേശികൾ, പ്രവാസികൾ. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വായിക്കാം. 1 പത്രോസ് 2:11. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ മതി, അത് വേറൊരു സബ്ജക്റ്റിലേക്കാണ് പോകുന്നത്. അവിടെ പത്രോസ് പറയുന്ന ആദ്യ ഭാഗം നമ്മൾ പ്രവാസികളാണ്, പരദേശികളായി. ഞാനിപ്പോൾ കുറച്ച് നാൾ ഗൾഫിൽ പോയി ജീവിച്ചു, ഒരു പ്രവാസിയായിട്ട്. എൻ്റെ കോൺട്രാക്ട് പീരീഡൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങ് പോകും, സ്വന്തം ദേശത്തേക്ക് പോകും. എന്നതുപോലെ ഏതൊരു മനുഷ്യപ്പുഴുവും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പ്രവാസിയായിട്ട്, പരദേശിയായിട്ടാണ്. നമ്മുടെ ഈ ദേശം വിട്ട്, നമ്മുടെ ഈ രാജ്യം വിട്ട് നമ്മൾ പോകണം. നമ്മുടെ ഇഹലോക ജീവിതം വിട്ട് നമ്മൾ പോകണം. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ഒന്നുകിൽ നിത്യനാശത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യമായ ദൈവരാജ്യത്തിലേക്ക്. ഈ 2 സ്ഥലമാണ് ദൈവം വെച്ചിരിക്കുന്നത്, അല്ല വേറൊന്നില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, പരിശുദ്ധാംശം പ്രാപിക്കണം, വിശുദ്ധിയിൽ വേർപാടിൽ ജീവിക്കണം, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ ഞങ്ങൾ വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഈ ഘനമായ സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ പ്രവാസികളാണ്, പരദേശികളാണ്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, 11-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവാസികളായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ആര്? അബ്രഹാം കാത്തിരുന്നു. എന്ത് കാത്തിരുന്നു? ഞാനൊരു വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്ന് പാർത്തിട്ട് എന്ത് ചെയ്തു? ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടി കൂടാരങ്ങളിൽ പാർത്തു. ലോത്ത് മണിമാളികളൊക്കെ ഉണ്ടാക്കി ജീവിച്ചു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. നല്ല നല്ല വീടുകൾ കെട്ടി പാർത്തു. നീരോട്ട് മുഴുവൻ പേരിൽ കൂട്ടി കരമടച്ച് രസീതൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു. അവസാനം അവിടെയെല്ലാം തീ ഇറക്കി ദൈവം. അവിടെ നിന്ന് വിട്ട് ഓടേണ്ടി വന്നു. ലോത്തിൻ്റെ കുടുംബത്തോട് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. ലോത്തിൻ്റെ ഭാര്യ ഓടി പകുതിയിൽ വെച്ച് പുറകോട്ട് നോക്കി ഉപ്പ് തൂണായി ഭവിച്ചു. പത്രോസിൻ്റെ ലേഖനത്തിൽ ലോത്ത് എന്തായി? വലഞ്ഞുപോയി. എന്നാൽ ദൈവസാന്നിധ്യം അനുഭവിച്ച അബ്രഹാമിൻ്റെ ചിന്ത എന്തായിരുന്നു? ഞാൻ പാർക്കുന്ന ദേശം ഒരു അന്യദേശം. നമ്മളും അങ്ങനെ തന്നെ ചിന്തിച്ചോണം. നമുക്ക് വീടുണ്ടാകാം, ദേശങ്ങളുണ്ടാകാം, തോട്ടങ്ങളുണ്ടാകാം, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തോ വീടോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മൾ പരദേശികളാണ്, പ്രവാസികളാണെന്നുള്ളൊരു ചിന്ത ഭക്തന്മാരെ നമ്മളെ ഭരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. ഈ തന്നിരിക്കുന്നതൊക്കെ എനിക്കും മക്കൾക്കും തിന്നാനാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ചാൽ നമ്മൾ നശിച്ച് നാമാവിശേഷമായി പോകും. ഒരു പരദേശിയായി, പ്രവാസിയായി അല്പകാലം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ചില നന്മകൾ തന്നു. അത് അധികം വല്ലതും കിട്ടിയാൽ മറ്റുള്ളവർ കൂടി കൊടുത്ത് ആ സന്തോഷം പങ്കിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം. കേട്ടോ? അതാണ് ദൈവവ്യവസ്ഥ. അതിനെക്കുറിച്ച് വാക്യങ്ങളെ കൊണ്ട് ഞാനെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ പരദേശികൾ, പ്രവാസികൾ. ഒരു പ്രവാസി ഏത് സമയത്താണ് സ്വന്തം ദേശത്തേക്ക് പോകാൻ പറ്റുന്നവൻ അറിയത്തില്ല. ഒരു പരദേശി ഈ ദേശം വിട്ട് വേറൊരു ദേശത്തേക്ക് പോകും. നമ്മൾ ഈ ലോകമാകുന്ന മിസ്രയീം വിട്ട് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ മക്കൾ. നമ്മൾ അങ്ങോട്ടാണോ യാത്ര ചെയ്യുന്നത്? നമ്മുടെ പ്രയാണം അങ്ങോട്ടാണെന്നുള്ളത് മരിക്കുന്നതിന് മുമ്പ് തിട്ടപ്പെടുത്തണം. ദൈവരാജ്യത്തിലേക്കാണോ സ്വർഗരാജ്യത്തിലേക്കാണോ തിട്ടപ്പെടുത്തണം. കാരണം അങ്ങനെയുള്ള പഠിപ്പിക്കലുകൾ ഇന്ന് കുറഞ്ഞിരിക്കുക. ഈ ഭൂമിയിൽ രാജാവിനെ പോലെ ജീവിക്കാനാണ് പാസ്റ്റർമാർ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ, തുമ്പും വെളിവില്ലാത്തവർ. ഈ ഭൂമിയിൽ ലക്ഷറി ലൈഫ് നയിച്ച് ജീവിക്കാനാണ് അവർ പറയുന്നത്. തന്നിമിത്തം നരകമെന്നുള്ള വിഷയം അവരുടെ തലമുണ്ടയിലൂടെ കയറിയിട്ടില്ല. എന്നാൽ എനിക്ക് പറയാനുള്ള, ഈ ഭൂമിയിൽ ലാസറിനെ പോലെ ജീവിച്ചാലും മരിച്ചു കഴിയുമ്പോൾ നിൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ മടിയെന്ന് വിശേഷിക്കപ്പെടുന്ന പർദീസിൽ ചെന്നെത്തിയാൽ അതാണ് അനുഗ്രഹം. ഞാൻ ആ പരദേശി പ്രവാസി എന്നുള്ള വിഷയം വിട്ടിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരിക. സ്തോത്രം. ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച്
അനുസരണങ്ങളായി. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ വിശുദ്ധീകരണം, അർത്ഥാൽ ആത്മാവിൻ്റെ രക്ഷ, ശാരീരിക രക്ഷയല്ല നമുക്ക് തന്നിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ ആത്മാവിൻ്റെ രക്ഷ, ദേഹരക്ഷ, ശാരീരിക രക്ഷ, ആത്മരക്ഷ, ഈ നിലയിലൊക്കെ പഠനങ്ങൾ യാക്കോബ് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന രക്ഷ ആത്മാവിൻ്റെ രക്ഷയാണ്, ശരീരത്തിൻ്റെ രക്ഷയല്ല. ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടുന്നവൻ അവസാനം നാശത്തിലേക്ക് പോയി പതിക്കും. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഓടുന്നവൻ ആത്മാവിനെ നിത്യതയിലേക്ക് സ്വരൂപിക്കാനിടയായിത്തീരും. സർവ്വലോകം നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? സർവ്വലോകം നേടാൻ വേണ്ടി ഓടുകയാണ് ഇന്ന് പാസ്റ്റർമാരും വിശ്വാസികളിൽ നല്ലൊരു പങ്ക്. ദൈവമക്കളെ, നമുക്ക് തെറ്റിപ്പോയി. ഈ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും ലാസറിനെ പോലെ ജീവിച്ചാലും നിത്യതയിൽ നമുക്ക് അവകാശം കിട്ടിയ അവനാ ഭാഗ്യവാൻ. ഇവിടെയുള്ളതൊക്കെ വാരിക്കോരി കൂട്ടി വെച്ചിട്ട് യാതനാസ്ഥലത്ത് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരുത്തൻ കിടക്കുന്ന പോലെ കിടന്നാൽ എന്ത് വിശേഷത, എന്ത് ഗുണം, എന്ത് പ്രയോജനം? ഇവിടെ പച്ചവെള്ളം കുടിക്കാത്തവൻ അവിടെ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ലാസറിൻ്റെ കയ്യിലെ നനവ് പറ്റി നാക്ക് തണുപ്പിക്കാൻ ആഗ്രഹിച്ച ചരിത്രം ലൂക്കോസ് 16 നമുക്ക് തരുന്നുണ്ട്. ദേഹത്തുള്ള ചൊറികളും കൊഴുത്ത അവസ്ഥകളൊക്കെ മാന്തി പൊളിപ്പിച്ച് ആ കൈ കൊണ്ട് ആ കയ്യിലെ ഒരിറ്റ് വെള്ളം എൻ്റെ നാവിനെ വന്നത് എത്ര ഗതികെട്ട അവസ്ഥയിൽ അതിനായെന്ന് മനസ്സിലാക്കിയോ? ഞാൻ അവനെപ്പോഴും എടുത്ത് പറയാറുണ്ട് ആ വിഷയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വലിയ ലക്ഷറി ലൈഫൊന്നും നമ്മൾ നയിച്ചില്ലല്ലോ. ഒരു ഭക്തനായി ജീവിച്ച്, ഒരു ഭക്തിയായി ജീവിച്ച് ദൈവരാജ്യം, സ്വർഗരാജ്യം പ്രാപിക്കുന്നതാണ് അഭികാമ്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലാതെ ലോകത്തിൻ്റെ രക്ഷയല്ല. ലോകത്തിൻ്റെ രക്ഷ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക. ആദ്യം അവൻ്റെ രാജ്യം നീതിയും അന്വേഷിക്കുമ്പോൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അത് കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സർവശക്തനായ ദൈവം അവയെ പുലർത്തുന്നു. ഈ പറവജാതികളെക്കാൾ നമ്മളെത്ര വിശേഷതയുള്ളവർ. നമ്മുടെ വിശേഷത നമുക്കറിയത്തില്ലല്ലോ. ഈ ദുരുപദേശികളെ ഉപദേശം പറഞ്ഞ് നമ്മളെ നശിപ്പിച്ചിട്ടിരിക്കുക. നമ്മുടെ വിശേഷത എന്താണെന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ മനസ്സ്, ദൈവത്തിൻ്റെ ഭാവം നമുക്കുണ്ടാകണം. ആ നിലയിൽ ജീവിക്കുമ്പോഴാണ് നിത്യത പ്രാപിക്കാൻ നമുക്കിടയാകുന്നത്. ആ വിഷയം വിട്ട് ഞാൻ 3-ാം വാക്യത്തിലേക്ക് വരിക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പത്രോസ് പറയുന്ന ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ. വളരെ അർത്ഥസമ്പുഷ്ടമായ വചനങ്ങളായി പത്രോസ് പറയുന്നു. പൗലോസ് പറഞ്ഞാൽ നമുക്കതിൽ അതിശോക്തിയില്ല. കാരണം പൗലോസ് ഒരു വലിയ ജ്ഞാനിയ, ഒരു യഹൂദ റബ്ബിയ, ദർശനം കിട്ടിയാണ്. പക്ഷേ ഇത് 3 വർഷം 3.5 വർഷം കൂടെ നടന്നേ ഉള്ളൂ. യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്തു. കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കരഞ്ഞ് നിലവിളിച്ച് ദാസാനപ്പെടുവാനിടയായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം അവസാനം അധ്യായത്തിൽ തള്ളിപ്പറഞ്ഞ 3 അവസ്ഥയ്ക്ക്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, നിൻ്റെ കുഞ്ഞാടുകളെ പേരിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് നീ എന്നെ സ്നേഹിക്കുന്നു 3 പ്രാവശ്യം ചോദിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന ചരിത്രവും സത്യവേദ പുസ്തകം നമുക്ക് തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിൽ അങ്ങനെ യഥാസ്ഥാനപ്പെട്ട് കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി തീർന്ന, നിന്നെ ക്രൂശിക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു റിക്വസ്റ്റ്, തലകീഴായിട്ട് എന്നെ ക്രൂശിക്കണമെന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി ധീരസാക്ഷിയായി തീർന്ന പത്രോസാണ് ഈ ലേഖനം എഴുതുന്നത്. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്തതുമായ അവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. നമുക്കൊരു വീണ്ടും ജനനം കിട്ടി, ഒരു പുതുജനനം കിട്ടി, ഒരു ബോൺ അഗെയിൻ കിട്ടി. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടക്കാത്തൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജനനം ഇന്ന് സഭകളിൽ നടക്കുന്നില്ല. വീണ്ടും ജനനത്തിന് വേണ്ടുന്നുള്ള ഉപദേശങ്ങൾ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ ചെറിയൊരു ന്യൂനപക്ഷം ശുശ്രൂഷകന്മാർ മാത്രമേ അത് പറയുന്നുള്ളൂ. ബഹുഭൂരിപക്ഷവും
ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രസംഗങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്നേഹിതൻ പറഞ്ഞ പോലെ തൊലിപ്പുറത്തുള്ള രക്ഷ, ആത്മരക്ഷ വിട്ടിട്ട് ദേഹരക്ഷ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഇവിടെ പത്രോസിൻ്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവനുള്ള പ്രത്യാശ, ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് പറഞ്ഞേതാ? അതിനെക്കുറിച്ച് ആർക്കും വലിയ തിഷ്ടമായിട്ട് പറയാനൊന്നും പറ്റത്തില്ല, എന്താണെന്നറിയത്തില്ല. അന്ത്യകാലത്ത് ഒരുങ്ങിയിരിക്കുന്ന രക്ഷയെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ കാഹളം ധനിക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവനോടിരിക്കുന്നവർക്ക് രൂപാന്തരം കിട്ടുന്നു. അതാണ് അന്ത്യകാലത്ത് ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ മരിച്ച് നല്ലൊരടക്കമൊക്കെ പ്രാപിച്ച് നരകക്കുഴിയിൽ പോയി വീഴുന്നതിനേക്കാൾ നല്ലത് കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇടുക്കുവഴിയിലൂടെയൊക്കെ യാത്ര ചെയ്ത് മരിച്ച് നിത്യത പ്രാപിക്കുന്നതാണ് അഭികാമ്യം. സ്വന്തം അന്ത്യകാലത്ത് ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്നുള്ളത് കർത്താവ് മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ഈ മെസ്സേജ് നമുക്ക് കേൾക്കണമെങ്കിൽ എന്താ കേൾക്കാനൊരു വഴി? വല്ലവനും ചാകണം ഇത് കേൾക്കണമെങ്കിൽ. ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രസംഗം കേൾക്കാം. ഇല്ലെങ്കിലോ അല്ലെങ്കിൽ പിന്നെ സങ്കീർത്തനവും പാടി പാട്ടും പാടി സന്തോഷിച്ചിങ്ങനെ പോവുക. അത്ര നമ്മൾ അധപ്പതിച്ചു പോയി. ഞാൻ വേദനയോട് പറയുക, സങ്കടപ്പെട്ടുകൊണ്ട് പറയുക. ഒരു പറയുന്ന പോലെ ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞ പോലെ പറയുക. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്നവർ ഒരുമിച്ച് രൂപാന്തരം പ്രാപിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമെന്ന് തെസ്സലോനിക്ക ലേഖനവും 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായമൊക്കെ കേൾക്കണമെങ്കിൽ വല്ലവരും ചാകാൻ നോക്കിയിരിക്കണം. ഇന്നത്തെ സഭകളിൽ ഞങ്ങളുടെ ഇടയിൽ ആരും ചാകാതെ തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ചാകുന്നതിന് മുമ്പ് ഇത് പ്രസംഗിച്ച് കേൾപ്പിക്കണം. എന്ത് കേൾപ്പിക്കണം? ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, ജീവനോട് ശേഷിക്കുന്ന നാം ഒരുമിച്ച് കർത്താവിനെതിരെ ഇപ്പോൾ ആകാശ മേഘങ്ങൾ എടുക്കപ്പെടുമെന്ന്. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിച്ചവർ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ച് ജീവനോട് അവരോട് പ്രസംഗിക്കണം. ഹേ മരണമേ നിന്റെ ജയമെവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണമെന്ന് അവൻ ചാകുന്നതിന് മുമ്പ് അവരെ പ്രസംഗിച്ച് കേൾപ്പിക്കണം. മരണമേ നിന്റെ ജയമെവിടെ? മരണമേ നിന്റെ വിഷമുള്ളവിടെന്ന് ഓരോ വിശ്വാസികളും മരണത്തെ വെല്ലുവിളിക്കത്തക്ക നിലയിൽ പ്രത്യാശയുള്ള, വിശ്വാസമുള്ള, ദൈവവചന പരിജ്ഞാനമുള്ള, ആത്മീകമായ ജ്ഞാനമുള്ള, ആത്മശക്തിയുള്ള വിശ്വാസികളായി ഓരോരുത്തരും തീരണം. അതിനാണ് ഞങ്ങളുടെ പ്രസംഗം. ഇത് പലരും പറയാം, ഞങ്ങൾക്ക് വേണ്ട ഗൾഫിലുണ്ടായിരുന്ന സഹോദരന്മാർ ഒരു 2-3 പേര് എന്നോട് പറഞ്ഞു, ഭാഷ ഇതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടത് വേണ്ട. കാരണം അച്ചിമാർ കാശുണ്ടാക്കി, ഇഷ്ടംപോലെ കാശുണ്ടാക്കി കൊണ്ടുവന്ന് തിന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതെങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല. 1-2 പേരെ ഈ മെസ്സേജ് ഈ വാട്സപ്പിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോയെങ്കിൽ 10 പേര് കയറാൻ ഇവിടെ നിൽക്കണമെന്ന്. ഞാനുള്ളതല്ലേ പറയണ്ട. ഒരു പോയതിനു ശേഷം എത്രയോ പേര് വാട്സപ്പിൽ ആഡ് ചെയ്യപ്പെട്ടു പുതുതായി. അപ്പോൾ പലർക്കും ഇത് വേണ്ട. കാരണം ആവശ്യത്തിന് ഭൗതികം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതൊന്നും വേണ്ട ആർക്കും. അതാണ് സമ്പത്ത് വർദ്ധിച്ചാൽ മനസ്സ് വയ്ക്കരുതെന്ന് പഴയ നിയമം. ഇതിന് നിക്ഷേപമുള്ളിടത്തിൻ്റെ ഹൃദയം ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞാൽ അതുകൊണ്ടാണ്. സമ്പത്തിൻ്റെ പിറകെ ഓടിയാൽ നിത്യജീവൻ നഷ്ടപ്പെടും എന്നുള്ളത് കഴിഞ്ഞ നിത്യജീവൻ എന്നുള്ള വിഷയത്തിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂര്യക്കൂടി കിടക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? മനസ്സിലാകുന്നില്ല പലർക്കും. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക പലരും. സമ്പത്ത് വർദ്ധിച്ചാൽ നമ്മുടെ ആത്മീകം നഷ്ടപ്പെടുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഞാനതെൻ്റെ 50 വർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ ഞാൻ പഠിച്ചെടുത്ത കാര്യമാണ്. പാവം പിടിച്ച വിശ്വാസികളൊക്കെ പലരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ, രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച പലരും നല്ല ജോലിയൊക്കെ കിട്ടി, ശമ്പളമൊക്കെ കിട്ടി, വിദേശ പണമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ആത്മീക കോളത്തിലില്ല. എല്ലാം ജഡീകന്മാരായി മാറി. ഞാൻ അവരെ ഓർത്ത് കരയുക. ഇത് പുച്ഛിച്ചുകൊണ്ട് പറയുകയല്ല, സങ്കടത്തോടെ വേദനയോടെ പറയുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ ഒരവകാശത്തിനായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു.
അപ്പോൾ ഈ ഭൂമിയിലുള്ളതൊക്കെ എന്താണ്? ക്ഷയമുള്ളതാണ്, വാഷ്ടമുള്ളതാണ്, മാലിന്യമുള്ളതാണ്. എൻ്റെ അപ്പൻ എനിക്ക് തന്ന 1.25 സെൻറ്റ് സ്ഥലമാണ്. പിന്നെ നമ്മൾ മരുഭൂമിയിലൊക്കെ പോയി അധ്വാനിച്ചാണ് എന്തെങ്കിലുമൊക്കെ അതിനോടൊപ്പം കൂട്ടി ചേർക്കാൻ കഴിയും. ഓരോരുത്തർക്ക് അവകാശം വയ്ക്കുമ്പോൾ 1 ഏക്കർ സ്ഥലം, 2 ഏക്കർ സ്ഥലം, 5 ഏക്കർ സ്ഥലം, 10 ഏക്കർ സ്ഥലം. ഈ രാഷ്ട്രീയത്തിൽ ഭരിക്കുന്ന ഭരണകർത്താക്കളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ട് മക്കൾക്ക് വീതം വയ്ക്കുന്നത് 2 ഏക്കർ, 3 ഏക്കർ, 10 ഏക്കറൊക്കെയാണ്. കാരണം സർക്കാരിൻ്റെ ഭരണ സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ആൾക്കാരുടെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി വസ്തു വീടുമാക്കി ഇട്ട് വെച്ചിരിക്കുക. ഇലക്ഷൻ നടക്കാൻ നേരത്ത് സ്വത്ത് വിവരിക്കാൻ, സ്വത്ത് വിവരണം വെളിപ്പെടുത്താൻ പറയും. അപ്പോഴേ ഇത് മനസ്സിലാകുന്നു. ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രി കഴിഞ്ഞ പേരൊന്നും ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിന് എത്ര സ്വത്ത്? 13 കോടി സ്വത്ത്. കഞ്ഞിക്ക് വകയില്ലാത്തവൻ 13 കോടി സ്വത്ത്. ഒരു MLA ആയിക്കഴിഞ്ഞപ്പോൾ 15 കോടി സ്വത്ത്. ഇതൊക്കെ എവിടെ നിന്ന് വന്നു? കൈക്കൂലി മേടിച്ചു, കടക്കാരെ കാശ് മേടിച്ച് ഉണ്ടാക്കിയതാ. അപ്പോൾ പ്രിയമുള്ള ദൈവമക്കളെ, ഭൗതികത്തിന് വേണ്ടി ലോക മനുഷ്യനും ആത്മീകനും കിടന്ന് നഷ്ടോട്ടം ഓടിക്കൊണ്ടിരിക്കും. ലക്ഷ്യം ഭൗതിക കാശുണ്ടാക്കുക. എന്നാൽ നമ്മളെ അതിനുവേണ്ടി എല്ലാ രക്ഷയ്ക്കും വിളിച്ചതെന്ന് ഇവിടെ പത്രോസ് പറയുക. നമ്മൾ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് നമ്മെ വിളിച്ചതും നമ്മെ വീണ്ടും ജനനത്തിലേക്ക് നടത്തിയതും നമ്മളെ രക്ഷിച്ചതും നമ്മളെ ദൈവത്തിലേക്ക് കൊണ്ടുവന്നതും നമ്മൾ കർത്താവിനെ കാണാൻ ഇടയായതും നമ്മൾ മാനസാന്തരപ്പെട്ടതും നമ്മൾ സ്നാനപ്പെട്ടതും നമ്മൾ അഭിഷേകം പ്രാപിച്ചതും നമ്മൾ ദൈവമക്കളായി തീർന്നതും ദൈവത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആ രക്ഷ പ്രാപിക്കണം. അതിനുവേണ്ടിയാണോ ഇന്ന് ജീവിക്കുന്നത് പലരും? എനിക്കറിയാം, പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്ന അനേക ദൈവദാസന്മാരെ അവർക്ക് 3 നേരം ആഹാരം കഴിക്കാനില്ലായിരുന്നു. ചിലരുടെയൊക്കെ ചരിത്രം പറഞ്ഞാൽ, ഞങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ കാര്യം പറഞ്ഞാൽ പട്ടിണിയായിരുന്നു, പട്ടിണി. അവരുടെ 2ാമത്തെ മോള്, ആളും പേരും പ്രസ്ഥാനം ഒന്നും ഞാൻ പറയുന്നില്ല, പറയാതെ പറയുന്നത്, സ്കൂളിൽ തലകറങ്ങി വീണിട്ട് ടീച്ചർമാർ വിളിച്ച് പറഞ്ഞു മോളെ പോയി കൂട്ടിക്കൊണ്ടുവന്നു വീട്ടിൽ. കാരണം അദ്ദേഹം വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന മനുഷ്യനാണ്. കോഴ വെടിക്കത്തില്ല. ഇന്നത്തെ പാസ്റ്റർമാർ കോഴയുടെ ആൾക്കാരാണ്. തലമാറ്റത്തിന് വേണ്ടി കോഴ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്യുന്നവരാ. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയൊക്കെ നടത്തുന്നവരാ. അന്നത്തെ പിതാക്കന്മാർ നല്ല ദർശനത്തോടെ ഇറങ്ങി തിരിച്ചവരാ. സ്തോത്രം. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പട്ടിണികളും അനുഭവിച്ചാണ് അവർ ജീവിച്ചത്. ഒരു ജുബ്ബയും ഒരു അണ്ടർവെയറും ഒരു മുണ്ടും കൊടുത്താണ് അവർ ജീവിച്ചത്. അവരുടെ മക്കളൊക്കെ വന്നപ്പോൾ ഓരോരുത്തർക്ക് 3ഉം 4ഉം അലമാരയാണ്. അലമാര തുറന്ന തുണികളെല്ലാം കൂടി മണ്ടയിലോട്ട് വീണ് ചത്തുപോകും. അതുപോലെയാണ്. ആത്മീയമായിട്ടോ ദരിദ്രനും കുരുടനും നിർഭാഗ്യവനായിട്ട് കിടക്കുക. ഇപ്പം തട്ടിപ്പോയാൽ നേരെ യാതന സ്ഥലത്തേക്ക് പോകും. ആ പരുവത്തിൽ കിടക്കുക. അപ്പനൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്? കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും അനുഭവിച്ച് ജീവിച്ചു. അപ്പോൾ ഈ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന ഒട്ടകം സൂഴി കൂടി കിടക്കുന്ന പോലെ തടസ്സമാണ്. നിന്റെ നിക്ഷേപത്തിൻ്റെ ഹൃദയം ഇരിക്കും. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മെ വിളിച്ചതും ദൈവം നമ്മെ രക്ഷിച്ചതും ഇവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവത്തിന് സ്തോത്രം, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമ്മളെ എന്ത് ചെയ്തു? തൻ്റെ കരുണാധിക്യത്താൽ നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ, രൂപാന്തര ശരീരം പ്രാപിച്ച് ഉയർപ്പിൻ ശരീരം പ്രാപിച്ച് ദൈവരാജ്യത്തിലേക്ക് പോകാനാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചതെന്നാണ് പത്രോസ് പറയുന്നത്. എത്ര അത്ഭുതകരമായൊരു പഠനമാണ്. ജീവനുള്ള പ്രത്യാശയ്ക്ക് എന്ത് കാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു. അപ്പം നമ്മൾ ആത്മീകമായി ദൈവശക്തിയിൽ കാക്കപ്പെടുന്നവരാണ്. ദൈവം നമുക്കൊരു വിശ്വാസം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പോൾ നമ്മുടെ അവകാശം സ്വർഗത്തിലാണ്, ഇവിടെ അല്ല. ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത ഒരു അവകാശം സ്വർഗത്തിലുണ്ട്. ഇവിടുത്തെ കോടീശ്വരന്മാർ മക്കൾക്ക് വീതം വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏക്കർ കണക്കിന് തോട്ടങ്ങളും അതും ഇതുമൊക്കെ വീതം വെച്ച് എല്ലാവർക്കും കൊടുക്കും. ഇതൊക്കെ തിന്നു കുടിച്ച് നരകത്തിലോട്ടാണ് പോകുന്നത്. ഇതൊന്നും സ്വർഗത്തിൽ പോകാനുള്ള അതിലൊന്നും വഴിയൊന്നുമില്ല. എന്നാൽ ദൈവരാജ്യത്തിലേക്ക് പോകാനുള്ള ഏക മാർഗം ഈ ഭൂമിയിൽ കഷ്ടപ്പാടോടുകൂടി ജീവിച്ചാലും
കർത്താവിൻ്റെ മക്കളായി ദൈവപ്രമാണം അനുസരിച്ച് ദൈവവചന വ്യവസ്ഥയനുസരിച്ച് ജീവിച്ച് ക്ഷയം വാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷയം പാട്ടം മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി നമ്മെ എന്ത് ചെയ്തു? വീണ്ടും ജനിപ്പിച്ചു. അപ്പം നമ്മൾ ജനിച്ചതല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈ പദങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ജനിച്ചതല്ല, നമ്മളെ ജനിപ്പിച്ചതാണ്. എങ്ങനെ ജനിപ്പിച്ചു? വായിച്ചാട്ടെ, 1 പത്രോസ് 1:23 വാക്യം. ഇതേ അധ്യായത്തിലെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലെ തന്നെ അതിൻ്റെ മറുപടിയും പത്രോസ് പറയുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. അപ്പൊ വീണ്ടും ജനനം ദൈവവചനത്താലാ. ഏതോ സ്കൂളിൽ പോകാത്ത ഒരു വിദേശി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആദാമ്യ പാപനിമിത്തം പാപത്തിൽ മരിച്ചുപോയവരെ, പാപത്തിൽ മരിച്ച് നിത്യനാശത്തിലേക്ക് പോകേണ്ടവരെ യേശുക്രിസ്തു വന്ന് തൻ്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്തു, ദത്തെടുത്തു, മകനാക്കി മകളാക്കി മാറ്റി. യേശുക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ആണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, വീണ്ടും ജനനം പ്രാപിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരണം മാത്രമേ കിട്ടത്തുള്ളൂ. അത് വിശ്വസിച്ച് ഏറ്റു പറയുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കുമ്പോഴാണ് ദൈവമക്കളായി മാറുന്നത്. ഇതൊക്കെ അതിൻ്റെ പടികൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കുന്നു? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അവിടെ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ 1 പത്രോസ് 1:5 വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ ശരിയാ. വീണ്ടും നമ്മളെ ജനിപ്പിച്ചതാ. ഏതോ ഒരു പാസ്റ്റർ പ്രസംഗിച്ചു, യേശുക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് പ്രസംഗിച്ചപ്പോൾ അത് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീക ജനനം നടന്നു. അതാണ് വീണ്ടും ജനനം. ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല. കാരണം വീണ്ടും ജനിക്കുന്നില്ല. ഇന്ന് സഭകളിൽ വീണ്ടും ജനനമില്ല. അവിടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൂട്ടിവരുത്തി കിടന്ന് ബഹളം വെച്ച് പ്രാർത്ഥിച്ചു, തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അനുഗ്രഹിച്ച് 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 അവർ അനുഗ്രഹത്തിലേക്ക് നടത്തുക. ഭൗതിക അനുഗ്രഹം. എഫേസ്യ ലേഖനം 1:3 എന്താ എഴുതിയിരിക്കുന്നത് വായിക്കാം. എഫേസ്യർ 1:3 സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമ്മെ ആത്മീയമായി അനുഗ്രഹിച്ചിരിക്കുക. ഇവിടെ ഭാഷമാണ് പ്രസംഗം മുഴുവൻ നിന്റെ കടം മാറ്റി, കഷ്ടത മാറ്റി, ഉണ്മാനം ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിച്ചോണം. അനുഗ്രഹം ആത്മീയമാണ്, സ്വർഗീയമാണ്. നിക്ഷേപം സ്വർഗത്തിലാണ്. വിശ്വാസത്തിൽ സമ്പന്നത, പ്രത്യാശയുടെ സമൃദ്ധി, കൃപയുടെ നീതിദാനത്തിൻ്റെ സമൃദ്ധി, സന്തോഷ സമൃദ്ധി, സകല വനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നത. ഇതൊക്കെയാണ് ആത്മീക സമൃദ്ധി. കൃപാവരങ്ങളെ പ്രാപിച്ച് കൃപാവരങ്ങൾ കൊണ്ട് തമ്മിൽ ശുശ്രൂഷ ചെയ്യുക, അതാണ് സമൃദ്ധി. ആത്മഫലങ്ങൾ, ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, വിശ്വസം, സൗമ്യത, ഇന്ദ്രിയം. ഈ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവകൃപകളും ഒക്കെ പ്രാപിച്ച് ജീവിക്കുന്ന ജീവിതം, അതാണ് സമൃദ്ധി. അല്ല അമേരിക്കൻ പണം വന്ന് കയറുന്നതല്ല, ലണ്ടൻ പണം വന്ന് കയറുന്നതല്ല, കാനഡ പണം വന്ന് കയറുന്നതല്ല. ഇത് പാസ്റ്റർമാർക്ക് ഇരുന്ന് അടപടലം തെറ്റിക്കിടക്കുകയാണ്. ഞങ്ങൾക്ക് തിന്നാനും കുടിക്കാനില്ലായിരുന്നു. ഞങ്ങളുടെ മക്കളൊക്കെ ഇപ്പോൾ 5 മക്കളുണ്ട്, 5 രാജ്യങ്ങളിലാണ്. 5 പണം വന്നുകൊണ്ടിരിക്കുക. യൂറോ, ഡോളർ, അമേരിക്കൻ പൗണ്ട്, സൗദി റിയാൽ, പിന്നെ ഡോളർ, കെനി, ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. തെറ്റിപ്പോയി. അത് ദൈവാനുഗ്രഹമല്ല. ഈ ഭൗതികമായ നന്മ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. അതുകൊണ്ടാണ് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. കർത്താവ് എന്താ പറഞ്ഞത്? ഇത് നിക്ഷേപമുള്ളതിൻ്റെ ഹൃദയമിരിക്കും. സമ്പത്ത് വെച്ചാൽ മനസ്സ് വയ്ക്കരുത്, പഴയ നിയമം. പുതിയ നിയമത്തിൽ എന്താ പറയുക? ഇത് നിക്ഷേപമുള്ളതിൻ്റെ ഹൃദയമിരിക്കും. അതുകൊണ്ട് നിക്ഷേപം കൂട്ടരുത്, കുറച്ചുകൊണ്ടിരിക്കണം. ലഗേജ് കുറയ്ക്കണം. ലഗേജ് കൂടിയാൽ ഇടുക്കുവാതിലൂടെ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒരടി വീതിയുള്ള അല്ലെങ്കിൽ 1.5 അടി വീതിയുള്ള വഴിയിലൂടെ നമുക്ക് പോകേണ്ട ഒരു സ്റ്റേജ് വന്നെന്ന് വെച്ചു. ഒരു അപ്പുറം ഇപ്പുറം അതില്ല, 1.5 അടി വീതിയുള്ളൂ. എൻ്റെ കയ്യിൽ ലാപ്ടോപ്പ്, ഒരു TV, പിന്നെ ഒരു ബ്രീഫ് കേസ്, ഇതെല്ലാം കൂടിക്കൊണ്ട് ഈ വഴി കൂടി എങ്ങനെ പോകും? പറ്റത്തില്ല. ത്രോ ചെയ്യണം, എറിഞ്ഞു കളയണം ലഗേജ് മുഴുവൻ.
അത് തന്നെയാണ് നിത്യജീവനിലേക്ക് പോകാനുള്ള വഴി. ഇതെല്ലാം കൂടി വാരി വലിച്ചു വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. പണ്ട് ഒരു ഉപദേശി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതാണെന്നറിയാം? ഈ ലോത്തിൻ്റെ ഭാര്യ തട്ടിപ്പോകാനുള്ള കാര്യം എന്താ? അബ്രഹാം ദൈവസാന്നിധ്യം അനുഭവിച്ച് ദൂതന്മാരെ സൽക്കരിച്ചു, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് യാഗപീഠങ്ങൾ പണിത് യാഗം കഴിച്ചു, ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം മുന്നോട്ട് പോയപ്പോൾ ഈ ലോത്തെന്ന് പറഞ്ഞ ചങ്ങാതി സഹോദരനാണ്. നീരോട്ടം മുഴുവൻ കുറ്റിയടിച്ച് ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ച് വീട് നിറയെ വിദേശ സാമാനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ. ഒരു ഉദ്ദേശിച്ച് പ്രസംഗിച്ചാട്ടോ, എൻ്റെ ശൈലിയല്ല, എല്ലാം വാങ്ങി വെച്ചിരിക്കുക. അപ്പം ലോത്തമ്മയ്ക്ക് ദൂതൻ ഇറങ്ങി ഓടാൻ പറഞ്ഞപ്പോൾ ഓടാൻ പറ്റുമോ? ഇതെല്ലാം വാങ്ങി വെച്ചിരിക്കുകയല്ലേ. 1.5 ലക്ഷത്തിൻ്റെ ലാപ്ടോപ്പും പിന്നെ 1.5 കോടിയുടെ കീബോർഡും എന്ന് വേണ്ട വിലപിടിപ്പുള്ള പലതും വാങ്ങി വെച്ചിട്ട് ഇറങ്ങി ഓടാൻ പറഞ്ഞാൽ എങ്ങനെ ഓടാൻ പറ്റുമോ നിങ്ങൾ പറയണേ? പറ്റത്തില്ലത്. അതുകൊണ്ടാണ് ആ ലോകത്തിൻ്റെ വീട്ടിൽ തീ ഇറങ്ങിയെന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കിയത്. തീ ഇറങ്ങിയില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഓടിയിട്ട് ദൂതം പറഞ്ഞല്ലോ ഓടാൻ, കുറച്ച് കഴിഞ്ഞിട്ട് കറങ്ങി വരാമെന്നൊക്കെ പുള്ളിക്കാർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ പുറകോട്ട് നോക്കി, അത് ദൈവകൽപ്പനയാണ്. പുറകോട്ട് നോക്കരുത്. ദൈവത്തിൻ്റെ കൽപ്പന. ലോത്തിൻ്റെ ഭാര്യ നിരസിച്ചു. സുവിശേഷത്തിൽ ഒരു കൊച്ചു വാക്യം കർത്താവ് ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. റിമെമ്പർ ലോട്ട്സ് വൈഫ്, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവാൻ. പത്രോസ് എഴുതി വെച്ചു, വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്. ഭാര്യ ഉപ്പുതൂണായി, ഭർത്താവ് വലഞ്ഞും പോയി. ഇന്ന് ആൽബ്യഗോളത്തിൽ കിടക്കുന്ന ബഹുഭൂരിപക്ഷവും വലഞ്ഞവരും ഡെഡായി പോയവരുമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. കാരണം ഞാൻ ആത്മീയമായവരെ കണ്ടുപഠിച്ചിട്ട് പറയുക. പല പ്രിയപ്പെട്ടവരെയും പല കുടുംബങ്ങളെയും എടുത്ത് സ്റ്റഡി ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. അവർക്ക് ഇഷ്ടപ്പെടുകയോ ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല, പേരും പറയുന്നില്ല, പ്രസ്ഥാനം പറയുന്നില്ല, ഇന്നാളെന്നൊന്നും പറയുന്നില്ല. പൊതുവെ ഞാൻ പറയുക. അതുകൊണ്ട് ഈ വചനങ്ങളെ ശ്രമിക്കുക പ്രിയമുള്ളവരെ. നമ്മളെ രക്ഷിച്ചത്, നമ്മളെ വീണ്ടെടുത്തത് ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ പ്രാപിക്കണം. ആത്മരക്ഷ പ്രാപിക്കണം. ദേഹരക്ഷയല്ല, ആത്മരക്ഷ, ആത്മാവിൻ്റെ രക്ഷ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തിയാൽ ഒരു പ്രയോജനവുമില്ല. യൂസഫ് അലി ആത്മാവിൻ്റെ രക്ഷ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു, നല്ല കാര്യം, അതെല്ലാം സൽപ്രവൃത്തിപ്പെടുന്നതാണ്. പക്ഷേ നീതിപ്രവൃത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, പത്തിക്കുത്ത വചനം, ഉപദേശം അനുസരിച്ച് ജീവിച്ച്, വചനമനുസരിച്ച് ജീവിച്ച് പ്രത്യാശയോടെ കർത്താവിലുള്ള ആത്മരക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഞാൻ യൂസഫലിയുടെ പേരെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഇന്ന് വലിയ വലിയ ധനാഢ്യന്മാർ, കോടീശ്വരന്മാർ 5 കോടി 6 കോടിയുടെ ഒരു കാറിലേ നടക്കുള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു സിനിമ നടനെ കണ്ടു, ഒരു ചൂത്ത സിനിമ നടൻ. അവരും മേടിച്ചിരിക്കുക 96 ലക്ഷം രൂപയുടെ ഒരു കാറ്. ഞാൻ ഇവരൊക്കെ തലയ്ക്ക് എന്നാ ഓളമില്ലാതായിപ്പോയെന്ന്. ഒരു വകയുള്ള ഒരു സാധാരണ നിലയിൽ ജീവിച്ച ഒരു സീരീസാറാണ്. കാരണം ഇവൻ്റെ കൂടെ നിൽക്കുന്ന വലിയ വലിയ സെലിബ്രിറ്റികൾ പഠിക്കുന്നത് 3 കോടി 2 കോടി. എനിക്കും ഇരിക്കട്ടെ 96 ലക്ഷം. താമസിക്കാൻ വീട് കാണത്തില്ല, കഞ്ഞിക്ക് വക കാണത്തില്ല. ഞാനീ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാലേ, നമ്മളെ ഒന്ന് കാണണം, നമ്മൾ ആരാണെന്നറിയണം. പണ്ട് ഒരു ചിന്തകൻ പറഞ്ഞ പോലെ, ഞാൻ ആരായിരുന്നു, ഞാൻ ആരായിരിക്കുന്നു, ഞാൻ ആരാകും. ഈ 3 ചിന്തകൾ നമ്മളെ ഭരിക്കണം. ഞാൻ കഷ്ടപ്പാടത്തിലും ദാരിദ്ര്യത്തിലും ജീവിച്ചവനാണ്. ഇന്ന് ഞാൻ ആരായിരിക്കുന്നു? ദൈവം എനിക്ക് അല്പം നന്മ തന്നു. നാളെ ഞാൻ ആരാകും? ദൈവരാജ്യത്തിൻ്റെ അംശിയാകും. രാജാക്കന്മാരെ പോലെ കർത്താവിനോടൊപ്പം വാഴേണ്ടവനാണ് ഞാൻ. 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, സകലം വിട്ട് നിന്നെ അനുഭവിച്ച് ഞങ്ങൾക്ക് എന്തോ കിട്ടും? കർത്താവ് എന്ത് പറഞ്ഞു? ഇസ്രായേൽ ഗോത്രം 12 ഞാൻ ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ എഴുതി വെച്ചു, വിശുദ്ധന്മാർ ഭൂമിയെ ന്യായം വിധിക്കും. നമ്മൾ ദൂതന്മാരെ വിധിക്കും, ഈ ഭൂമിയെ വിധിക്കും. ഭൂമിയെ വിധിക്കാൻ, ദൂതന്മാരെ വിധിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ദൈവസഭ.
അവരിവിടെ കിടന്ന് അക്രാന്തം കാണിച്ച് ഇവിടുത്തെ ഈ ഭൗതിക നന്മകളൊക്കെ പ്രാപിച്ച് ഇവിടെ കിടന്ന് സൂചിച്ചാൽ ആ പദവി ഒന്നും നമുക്ക് കിട്ടത്തില്ല. അത് ആമ്പിള്ളേർ കൊണ്ടുപോകും. അതുകൊണ്ട് നാം ദൈവരാജ്യത്തിൻ്റെ അംശികളാകുവാൻ, സ്വർഗരാജ്യത്തിൻ്റെ അംശികളാകുവാൻ കാഹളം ധ്വനിക്കുമ്പോൾ ജീവനുള്ള പ്രത്യാശയുള്ളവരായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ഞാൻ മുമ്പോട്ട് പോകുന്നു. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതുമായ അവകാശനായി തന്നെ വീണ്ടും ജനിപ്പിച്ചു. അപ്പോൾ ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരവകാശം. അതെന്താണ് അവകാശം? 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. 1 യോഹന്നാൻ 3:2-3 വാക്യം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാണ് എന്ന് നാം പറയും. കർത്താവിനോട് സാദൃശ്യമുള്ളൊരു ശരീരം തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നു. ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്തൊരു അവകാശം എന്നുള്ളത് രൂപാന്തര ശരീരത്തെയാണ് കാണിക്കുന്നത്. പലരും പലതൊക്കെ പറയുന്നുണ്ട്. ഈ വചനവസ്ഥ വിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. അവരോട് വഴക്കുടയ്ക്കാനും മല്ലടിക്കാനൊന്നും പോകാറുമില്ല. ഈ ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരാൽപ്പ ശരീരത്തെക്കുറിച്ചാണ് പത്രോസ് ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ശരീരത്തിന് ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമില്ല. ഇപ്പോഴുള്ള ശരീരത്തിന് എന്തുണ്ട്? ക്ഷയമുണ്ട്, വാട്ടമുണ്ട്, മാലിന്യമുണ്ട്. എൻ്റെ ഈ ശരീരത്തിന് എന്തൊക്കെ രോഗമുണ്ടെന്ന് എനിക്കെന്നെ അറിയത്തില്ല. ഇന്നുകൊണ്ടൊരു ചെക്കപ്പെടുത്തി ആശുപത്രിയിൽ കിടക്കാൻ പറയും. ലക്ഷങ്ങൾ ചിലവഴിക്കാനായിട്ട് അവർ അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കും. അതിൽ ഭേദം വെച്ച് ചാകുന്നതിലേ നല്ലത്. എന്തായാലും ഇത്ര നാളെ ജീവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്ഷയമില്ലാത്ത, വാട്ടമില്ലാത്ത, മാലിന്യമില്ലാത്ത ഒരു രൂപാന്തര ശരീരമാണ് നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ പദവി. ആ രൂപാന്തര ശരീരം പ്രാപിച്ച് സ്വർഗത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ സ്വർഗീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് ലഭിക്കാതിരിക്കാനാണ് സാത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്നത്. അതെങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തി അവൻ്റെ സാമ്രാജ്യത്തിൽ നമ്മളെ കൊണ്ടുപോകണം. അത് അവൻ്റെ ചിന്ത. അവിടെ നിന്ന് പിടിച്ചെടുത്ത് നിത്യതയെ കൊണ്ടെത്തിക്കാനാണ് ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നത്. ഈ പ്രസംഗം ദുരുപദേശവും ചപ്പും ചവറും പറയുന്നത് നല്ല ഉപദേശവും എന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുക. ആയിക്കോട്ടെ, ഞാൻ അതിനോട് എതിർക്കാനൊന്നും പോകുന്നില്ല. ഞാൻ അവസാനം ഒറ്റ വാക്കിൽ അവരോട് പറയും, കാഹളം ധ്വനിക്കുമ്പോൾ നമുക്കറിയാം നിങ്ങളുടെ ഉപദേശമാണോ ഞങ്ങളുടെ ഉപദേശമാണോ ഏതാ ശരിയാന്നുള്ളത്. കാഹളം ധ്വനിക്കുമ്പോൾ അറിയാമെന്ന്. ഇപ്പോൾ കിടന്ന് നമ്മൾ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, രൂപാന്തര ശരീരം പ്രാപിച്ച് നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ അസ്വർഗീയ സന്തോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കാനാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചത്. എങ്ങനെയാണ് നമ്മൾ ജനിച്ചത്? കിടന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.